Respected Gardama planters, super El Nino കാരണം ഭയങ്കര ചൂട്. നേരത്തെ വാർത്ത വന്നായിരുന്നു, ഇപ്പോൾ അത് ഉറപ്പായി. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഈ വണ്ടമേട് ജോൺ എന്ന് പറയുന്ന വണ്ടമേട് ഭാഗത്തെ ഭയങ്കര ചൂട്. മണ്ണിലെ ചെറിയ നനവുണ്ട്, നല്ല മൂടലുണ്ട്, ചിലപ്പം ചൂടാകുന്നുണ്ട്, ബട്ട് നല്ല പൂവുണ്ട്, ബട്ട് കാ പിടിക്കുന്നില്ല. കാരണം സായലിന്റെ pH, ഈ മണ്ണിന്റെ pH ഒവ്വൊരു ക്രാപ്പിനും നമുക്ക് pH ഇത്ര ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഗ്രോത്തും ഈൽഡും നമുക്ക് കിട്ടും. ഉദാഹരണം പച്ചക്കറി, വാഴ, തെങ്ങ്, ഗ്രേപ്സ്, അതുപോലെ ക്രാപ്സിന് നമുക്ക് pH വന്നിട്ട് 7 to 7.58 ഉണ്ടെങ്കിലും കൂടെ ന്യായമായിട്ട് അവർ ഫുഡ് അപ്ടേക്ക് ചെയ്തിട്ട് നമുക്ക് ഈൽഡ് കൊടുക്കും. ബട്ട് ഏലം മാത്രം 4.5 to 6.2 വരെ, മാക്സിമം 6.2 വരെ പക്ക pH ആണെങ്കിൽ നമുക്ക് 5 to 6, ഈ 5 to 6 ഉണ്ടെങ്കിൽ അടിപൊളി കാ സെറ്റിങ് ന്യായമായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഉള്ള കാലാവസ്ഥ നമുക്ക് 6 മേലെ പോയി. സോ അതുകൊണ്ട് കാ സെറ്റിങ് ഇല്ല. അപ്പോൾ പൂ എടുക്കും, വെജിറ്റേറ്റീവ് ഗ്രോത്ത് കാണും, ചിമ്പടിക്കും, സറം പൊട്ടിച്ചു വരും, ബട്ട് എടുക്കുന്ന പൂക്ക് പിഞ്ചു പിടിക്കുന്നില്ല. അപ്പോൾ pH നമുക്ക് വന്നിട്ട് കുറയ്ക്കണം. കുറച്ചിട്ട് നമുക്ക് 5 to 6 ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന മെത്തേഡ് ചെയ്യണം. അതൊക്കെ മെയിൻ നമുക്ക് വെള്ളം അടിക്കണം. ഫസ്റ്റ് വെള്ളം അടിക്കുന്ന കാരണം ഇപ്പൊ മണ്ണിലെ നനവുണ്ട്, ബട്ട് നനവ് ഉണ്ടെങ്കിലും നമുക്ക് ആ നനവ് പോരാ. കൂളിംഗ് ആക്കണം, മിസ്റ്റ് ഓടിക്കണം, സ്പ്രിംഗ്ലർ ഓടിക്കണം, ഓസ് വെച്ച് കൂടെ വെള്ളം അടിക്കണം. അങ്ങനെ സറം മൊത്തം കുളിപ്പിച്ച് ടൈറ്റ് ആകാതെ മാറ്റണം. ഒന്ന് അതോട് ഇതുപോലെ സമയത്ത് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസിന്റെ ഡിഫിഷ്യൻസി കൂടുതലാകും. എസ്പെഷ്യലി ജിങ്ക്. ഈ ജിങ്ക് പക്കവായിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഈ pH ഇല്ലാത്ത സമയത്ത് ചെടി അപ്ടേക്ക് ചെയ്യുന്നില്ല. നമുക്ക് കൊടുക്കണം, കൊടുത്ത് ഇത് വന്നിട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ വെള്ളം അടിക്കണം. ഈ ജിങ്കിൽ ഞാനിപ്പോൾ പല ജിങ്ക് ട്രയൽ ചെയ്തിട്ട് ജെനീവ 999 പറഞ്ഞ ഒരു ജിങ്ക് ലിക്വിഡ് ഭയങ്കര കോൺസെൻട്രേറ്റ് ഉള്ള ഈ സാധനം കൂട്ടിയ ഒരു മൈക്രോന്യൂട്രിയൻസ്, ബോറാണ്, NPK എല്ലാം ചേർത്ത് CBR എന്ന് പറഞ്ഞ ഒരു ടോണിക്ക്, ഈ CBR എന്ന് പറഞ്ഞ ഒരു ടോണിക്ക് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി അമിനോ ആസിഡ്സ് ഇത് അടിക്കുന്ന തോട്ടത്തിൽ പക്ക കാ സെറ്റിംഗ് ആകുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷനിൽ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് നമുക്ക് കാ ഉണ്ടാക്കണം. അതോടെ ട്രഞ്ചിങ്, ഈ ട്രഞ്ചിങ് എന്ന് പറയുന്ന ഈ വിഷയത്തിൽ നമുക്ക് NPK, അതോട് മൈക്രോന്യൂട്രിയൻസ്, അതോട് നമുക്ക് മൊജിറ്റോ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഇതുപോലെ വേറെ എന്ത് കമ്പനിയിലെയും ലിക്വിഡ് ഇല്ല. കാരണം അതുപോലെ ഇതിൽ ഹുമിക് ആസിഡ്, ഫൾവിക് ആസിഡ്, സീവീഡ്, അമിനോ, സീവീഡ് വന്നിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റിലുണ്ട്. ഇതുപോലെ കോമ്പിനേഷൻ ഏത് കമ്പനിയിലും ഇല്ല. ഞാൻ പല ടൈപ്പ് ഹുമിക്കെല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പം പിടിച്ച ഈ സാധനം ഒളിക്കുമ്പോൾ ഗ്രോത്ത് 100% കാ സെറ്റിങ്ങും വളർച്ചയും ആകുന്നുണ്ട്. ഈ ചൂട് തൊന്തരവ് വരാത്ത രീതിയിൽ ഈ ഫോളിയറും ഈ ട്രെഞ്ചിങ്ങും നിങ്ങളെ രക്ഷിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഫോളിയർ അടിക്കണം, അതോട് ഈ ട്രെഞ്ചിങ്ങും കൊടുത്ത് കാ ഉണ്ടാക്കണം. വെള്ളം അടിക്കണം ആഴ്ചയ്ക്ക് ഡെയിലി, ഇല്ലെങ്കിൽ ആഴ്ചയ്ക്ക് 1, 3 അങ്ങനെ അടിച്ചുകൊണ്ട് ഇരിക്കണം, മഴ കിട്ടും വരാൻ. ഓക്കെ, ഇത് ഒന്ന്. അടുത്ത് ഫംഗിസൈഡ് കൂട്ടിയ ഒരു കെമിക്കൽ സ്പ്രേ. ഇതുവരെ മാംഗോ ചെപ്പ് അതുപോലെ ഫംഗിസൈഡ് നമുക്ക് കൂടുതൽ കൊടുത്തായിരുന്നു. അങ്ങനെ കൊടുത്ത ആൾക്കാർക്ക് കൂടുതൽ ഡ്രാപ്പിംഗ് ഇല്ല. ന്യായമായ 10 കായ്ക്ക് 2-3 ഡ്രാപ്പിംഗ് ഉണ്ടായിരുന്നു. അവരും കൂടെ മൊത്തം മാറണം. അപ്പോൾ അതുക്ക് നമുക്ക് വന്നിട്ട് ചെയ്യുന്നത് സോഡിസിലി. ഈ സോഡിസിലി എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് ഫംഗിസൈഡ് സ്ട്രെസ് മാനേജ്മെന്റ്, ഡിസീസ് മാനേജ്മെന്റ്, ഈ മഞ്ഞപ്പിഞ്ചെല്ലാം ഭയങ്കര കൺട്രോൾ ആക്കുന്നുണ്ട്. ഈ 2 ട്രീറ്റ്മെന്റ്, അതായത് ഫോളിയറും ട്രെഞ്ചിങ്ങും ചെയ്യാതെ ഫീൽഡിൽ ഈ സോഡിസിലി കൊടുത്തിട്ട് പക്ക റിസൾട്ട്.
അവർക്കെല്ലാം വന്നിട്ട് ഫോളിയാറും ഈ ട്രഞ്ചിങ് കൊടുത്ത പുറകിൽ നോക്കുമ്പോൾ 100%. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡിൽ 3 ട്രീറ്റ്മെന്റും തീർന്ന് പക്ക സെറ്റിംഗ് ഉള്ള ഫീൽഡായി ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. സോ ഈ സോഡിസിലി ഫംഗിസൈഡ് നമുക്ക് ചേർക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ ഈ ഫോളിയാറും ഈ ട്രഞ്ചിങ്ങും ചെയ്തിട്ട് പക്ക കാ ഉണ്ടാക്കുക. ഇതുപോലെ മഴയില്ലാത്ത സമയത്തിൽ കൂടെ കൂടുതൽ കായ എടുക്കണം. അങ്ങനെ ആഗ്രഹത്തിൽ ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് ഗാർഡൻ ഓഫ് പ്ലാന്റേഴ്സ്. താങ്ക് യു.